ഇന്ത്യൻ വ്യോമസേനയിൽ കമ്മീഷൻഡ് ഓഫീസറാകാൻ അവസരം. അതിലേക്ക് ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും അപേക്ഷിക്കാം. ഇതിന് അവസരം ഒരുക്കുന്ന എയർഫോഴ്സ് കോമൺ അഡ്മിഷൻ ടെസ്റ്റ് AFCAT പരീക്ഷയ്ക്ക് ഇപ്പോൾ അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. 2024 ഡിസംബർ 31 വരെ നിങ്ങൾക്ക് ഇതിലേക്ക് അപേക്ഷിക്കാനായിട്ട് കഴിയും. ആകെ 336 ഒഴിവുകളാണുള്ളത്. ആൺകുട്ടികൾക്ക് 263 ഒഴിവുകളും പെൺകുട്ടികൾക്ക് 73 ഒഴിവുകളുമാണുള്ളത്. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, ഷോർട്ട് സർവീസ് കമ്മീഷൻ ആയിരിക്കും എന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതിലേക്കുള്ള ഓൺലൈൻ പരീക്ഷ AFCAT പരീക്ഷ നടത്തുന്നത് 2025 ഫെബ്രുവരി 22, 23 ദിവസങ്ങളായിരിക്കും. അപ്പോൾ ഈ ദിവസങ്ങളിൽ ഒരു ദിവസം രാവിലെ 2 ദിവസം 2 ഷിഫ്റ്റ് ഉണ്ടാവില്ല. ഏതൊരു ഷിഫ്റ്റിലായിരിക്കും നിങ്ങൾക്ക് പരീക്ഷ എഴുതാൻ അവസരം ലഭിക്കുക. അപ്പം അതേപോലെ കേരളത്തിലെ എക്സാമിനേഷൻ സെൻറ്റർ പറയുകയാണെങ്കിൽ തിരുവനന്തപുരം, കൊച്ചി, തൃശ്ശൂർ, കണ്ണൂർ എന്നീ എക്സാമിനേഷൻ സെൻറ്ററുകളാണ് കേരളത്തിലുള്ളത്. ബ്രാഞ്ചസ് പറയുകയാണെങ്കിൽ ഒന്നാമത് ഫ്ലൈയിങ് ബ്രാഞ്ച് ഉണ്ട്. അതുകൂടാതെ ഗ്രൗണ്ട് ഡ്യൂട്ടി ടെക്നിക്കൽ, അതിലേക്ക് എയറോനോട്ടിക്കൽ എഞ്ചിനീയറിംഗ്, മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്, ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് കഴിഞ്ഞവർക്ക് അപേക്ഷിക്കാൻ കഴിയും. ഗ്രൗണ്ട് ഡ്യൂട്ടി നോൺ ടെക്നിക്കൽ വിഭാഗത്തിലേക്ക് വെപ്പൺ സിസ്റ്റംസ്, അഡ്മിനിസ്ട്രേഷൻ, ലോജിസ്റ്റിക്, അക്കൗണ്ട്സ്, എഡ്യൂക്കേഷൻ, മെറ്റീരിയോളജി എന്നീ വിഭാഗങ്ങളാണുള്ളത്. അതുകൂടാതെ NCC സ്പെഷ്യൽ എൻട്രി സ്കീമുണ്ട്. അത് ഫ്ലൈയിങ് ബ്രാഞ്ചിലാണുള്ളത്. ഫ്ലൈയിങ് ബ്രാഞ്ചിലേക്ക് ഷോർട്ട് സർവീസ് കമ്മീഷൻ 14 വർഷമായിരിക്കും. എന്നാൽ ഗ്രൗണ്ട് ഡ്യൂട്ടി വിഭാഗത്തിലേക്ക് ഷോർട്ട് സർവീസ് കമ്മീഷൻ 10 വർഷത്തേക്കായിരിക്കും. പിന്നീട് 4 വർഷം വരെ എക്സ്റ്റെൻഡ് ചെയ്യപ്പെടാനും സാധ്യതയുണ്ടെന്ന കാര്യം മനസ്സിലാക്കുക. അതുപോലെ സർവീസിലെ മികവും ആവശ്യവും അനുസരിച്ച് പെർമനൻറ്റ് കമ്മീഷൻ ആകാനുള്ള വ്യവസ്ഥകളും ഉണ്ട് എന്ന കാര്യം കൂടി മനസ്സിലാക്കുക. ഷോർട്ട് സർവീസ് കമ്മീഷൻ കഴിയുന്നവർക്ക് പെൻഷൻ ഉണ്ടായിരിക്കുന്നതല്ല എന്ന പ്രത്യേകത കൂടിയുണ്ട്. യോഗ്യത പറയുകയാണെന്നുണ്ടെങ്കിൽ BTech ബിരുദം ഉള്ളവർക്കും മറ്റ് ബിരുദമുള്ളവർക്കും ഒക്കെ അപേക്ഷിക്കാൻ കഴിയും. എന്നാൽ അഡ്മിനിസ്ട്രേഷൻ, ലോജിസ്റ്റിക്, അക്കൗണ്ട്സ്, എഡ്യൂക്കേഷൻ എന്നീ വിഭാഗങ്ങളൊഴികെ ബാക്കി എല്ലാ വിഭാഗത്തിലും പ്ലസ് ടുവിലെ മാത്തമാറ്റിക്സും ഫിസിക്സും നിർബന്ധമായും പഠിച്ചിരിക്കണം എന്ന പ്രത്യേകത കൂടിയുണ്ട്. അതുപോലെ പ്രായപരിധി പറയുകയാണെങ്കിൽ ഫ്ലൈയിങ് ബ്രാഞ്ചിലേക്ക് 20 മുതൽ 24 വയസ്സ് വരെയുള്ളവർക്കാണ് അപേക്ഷിക്കാൻ കഴിയും. എന്നാൽ കൊമേഴ്ഷ്യൽ പൈലറ്റ് ലൈസൻസ് ഉള്ളവർക്ക് 26 വയസ്സ് വരെ അപേക്ഷിക്കാൻ കഴിയും. അതുപോലെ ഗ്രൗണ്ട് ഡ്യൂട്ടി വിഭാഗത്തിലേക്ക് 20 മുതൽ 26 വയസ്സ് വരെയുള്ളവർക്കാണ് അപേക്ഷിക്കാൻ കഴിയുക. പ്രായം കാൽക്കുലേറ്റ് ചെയ്യുന്നത് 1/1/2025 അടിസ്ഥാനമാക്കിയാണെന്ന കാര്യം മനസ്സിലാക്കുക. കോഴ്സ് തുടങ്ങുമ്പോൾ അവിവാഹിതരായിരിക്കണം. അതുപോലെ പരിശീലന സമയത്ത് വിവാഹം നടത്തുവാനും പാടില്ല എന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഓൺലൈൻ ടെസ്റ്റിലെ മികവ് പുലർത്തുന്നവർക്ക് ഈ 2 ദിവസങ്ങളിലായാലും ടെസ്റ്റ് നിങ്ങൾക്ക് 2 ദിവസം ടെസ്റ്റ് എഴുതേണ്ടി വരും. അപ്പോൾ ആ ടെസ്റ്റിലെ മികവിൻ്റെ അനുസരിച്ച് ഏറ്റവും മികച്ച പ്രകടനം കാഴ്ചവെക്കുന്നവർക്ക് എയർഫോഴ്സ് സർവീസ് സെലക്ഷൻ ബോർഡിൻ്റെ 5 ദിവസം നീണ്ടു നിൽക്കുന്ന മികച്ച ഒരു ഇൻ്റർവ്യൂ ഉണ്ടായിരിക്കും. അപ്പോൾ ആ ഇൻ്റർവ്യൂവിൽ പെർഫോമൻസ് കൂടി അടിസ്ഥാനമാക്കിയായിരിക്കും ഫൈനൽ മെഡിക്കൽ ചെക്കപ്പും ഫൈനൽ സെലക്ഷൻ ലഭിക്കുക എന്ന കാര്യം മനസ്സിലാക്കുക. അതുപോലെ ഫ്ലൈയിങ് ബ്രാഞ്ചുകാരാണെങ്കിൽ അവർക്ക് ഒറ്റ പ്രാവശ്യം മാത്രം എഴുതാവുന്ന പൈലറ്റ് അഭിരുചി പരീക്ഷ കൂടി പാസ്സാക്കേണ്ടതായിട്ടുണ്ട്. അത് കമ്പ്യൂട്ടറൈസ്ഡ് പൈലറ്റ് സെലക്ഷൻ സിസ്റ്റം, അത് പരീക്ഷ കൂടി പാസ്സാകേണ്ടതായിട്ടുണ്ട്. അതുപോലെ NCC സ്പെഷ്യൽ എൻട്രിക്കാരാണെങ്കിൽ അവർക്ക് പരീക്ഷ എഴുതേണ്ടില്ല. അവർക്ക് നേരിട്ട് എയർഫോഴ്സ് സർവീസ് സെലക്ഷൻ ബോർഡിൻ്റെ ഇൻ്റർവ്യൂക്ക് അവരെ വിളിക്കുന്നതായിരിക്കും എന്ന കാര്യം പ്രത്യേകത കൂടിയുണ്ട്. അപേക്ഷാ ഫീസുണ്ട്. 550 രൂപയും GSTയുമാണ് അപേക്ഷാ ഫീസ്. എന്നാൽ NCC സ്പെഷ്യൽ എൻട്രി വിഭാഗത്തിലേക്ക് മാത്രം അപേക്ഷാ ഫീസില്ല എന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം https:/careerindianairforce.cda.in അതുപോലെ https:/afcat.cda.in എന്ന സൈറ്റ് ലഭ്യമാണ്. ഈ 2 സൈറ്റിലും ഡീറ്റെയിൽസ് എല്ലാം കൊടുത്തിട്ടുണ്ട്. ഈ സൈറ്റ് വഴിയാണ് നിങ്ങൾ ഓൺലൈനായിട്ട് അപേക്ഷിക്കുക എന്ന കാര്യം കൂടിയുണ്ട്. സംശയങ്ങളൊക്കെ ക്ലിയർ ചെയ്യാൻ വേണ്ടി afcatcell@cdac.in എന്ന ഇമെയിൽ ID വിളിച്ച് നിങ്ങൾക്ക് ഇമെയിൽ IDയിൽ മെയിൽ അയച്ച് നിങ്ങൾക്ക് സംശയം ക്ലിയർ ചെയ്യാൻ കഴിയും. ഫോൺ നമ്പറും കൊടുത്തിട്ടുണ്ട് 02025503105 എന്ന നമ്പറിലാണ്. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, 2024 ഡിസംബർ 31 വരെ നിങ്ങൾക്ക് അപേക്ഷിക്കാൻ കഴിയും. താല്പര്യമുള്ള ഈ അവസരം പരമാവധി ഉപയോഗപ്പെടുത്തുക. കൂട്ടുകാർക്ക് ഷെയർ കൊടുക്കുക. എല്ലാവർക്കും നല്ല അവസരം ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു.